രാഹുലിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. ഈ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത കാലയളവിൽ രാഹുലിനെ ചോദ്യം ചെയ്യാം. രാഹുലുമായുള്ള തെളിവെടുപ്പുമുണ്ട്. പാലക്കാടും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്ന് ആണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചത്. റഹീസ് റഷീദുമുണ്ട്. റഹീസ്, ഇപ്പോൾ കസ്റ്റഡി വിട്ടുകൊടുക്കാതിരിക്കാൻ ജാമ്യം ലഭിക്കാനുള്ള നിരവധി വാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ കസ്റ്റഡി ജാമ്യാപേക്ഷ 16-നെ പരിഗണിക്കുകയുള്ളൂ. 3 ദിവസത്തെ കസ്റ്റഡി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ ആ 3 ദിവസത്തേക്ക് കോടതി വിട്ടുകൊടുത്തിരിക്കുന്നു രാഹുലിനെ എന്നുള്ളതാണ് വിശദാംശങ്ങൾ. സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് നൽകുന്നതിനെതിരെയുള്ള എല്ലാ നീക്കങ്ങളും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്നുണ്ടായി. രാഹുലിനെ അറസ്റ്റ് ചെയ്തതുപോലും നിയമാനുസൃതമല്ല എന്ന കാര്യങ്ങളാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല, ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കേണ്ടത്. അതിനുശേഷം മാത്രം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാവൂ എന്ന ആവശ്യവും പ്രതിഭാഗം ഉന്നയിച്ചു. പക്ഷേ പോലീസിന്റെ ആവശ്യം കോടതി മുഖവിലക്കെടുക്കുകയായിരുന്നു. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടത് കോടതി അംഗീകരിച്ചു. അങ്ങനെയാണ് 15-ാം തീയതി വരെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക്, SITയുടെ കസ്റ്റഡിയിലേക്ക് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം എത്തുന്നത്. ഇനി രാഹുലിനെയും കൊണ്ടുള്ള തെളിവെടുപ്പാണ്. വളരെ കുറച്ച് 3 ദിവസം മാത്രമാണ് SITയുടെ കയ്യിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തെ ഈ പീഡനം നടന്ന തിരുവല്ലയിലെ ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തണം. അത് എപ്പോഴത്തേക്കുണ്ടാകും എന്നതാണ് അറിയേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു പ്ലേസ് തിരുവല്ലയിലെ പീഡനം നടന്ന, റേപ്പ് നടന്ന ഹോട്ടലാണ്. ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അടക്കം ഇതിനകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇനി അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള തെളിവെടുപ്പ് നടപടികൾ. അതിനൊപ്പമാണ് അന്വേഷണ സംഘം പാലക്കാട് കൊണ്ടുപോയും രാഹുൽ മാങ്കൂട്ടത്തെ തെളിവെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പാലക്കാട് രാഹുലിന്റെ കയ്യിൽ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്. ആ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ പീഡനത്തിന് ശേഷം ഈ യുവതിയുമായി ബന്ധപ്പെട്ട നിരവധി കമ്മ്യൂണിക്കേഷൻ രാഹുൽ മാങ്കൂട്ടവും ഈ യുവതിയും തമ്മിൽ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകൾ, ചിലപ്പോൾ ലാപ്ടോപ്പ് അടക്കമുള്ള രേഖകളായിരിക്കാം. അതിന്റെ പരിശോധന നടത്തേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, അവിടുത്തെ ഒരു ഫ്ളാറ്റിന്റെ മാനേജറുമായി സംസാരിച്ചിരുന്നു. ഇനി അവിടെ ഏതെങ്കിലും തരത്തിൽ ഫ്ളാറ്റ് നോക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം എത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളും അറിയണം. അതായത് തിരുവല്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തെ റേപ്പ് നടന്ന ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തണം. ഒപ്പം പാലക്കാട്ട് രാഹുലിന്റെ മണ്ഡലമായ പാലക്കാട് എത്തിച്ചും രാഹുൽ മാങ്കൂട്ടത്തെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇന്ന് തന്നെ തിരുവല്ലയിലെ ഹോട്ടലിലെത്തിക്കുമോ എന്നതാണ് അടുത്തതറിയേണ്ടത്. ചില കേസുകളിൽ ഇത്തരം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസ് കസ്റ്റഡിയിൽ കിട്ടുന്ന സമയത്ത് തന്നെ തെളിവെടുപ്പ് നടത്തുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണ സംഘം പോകുമോ എന്നറിയണം. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് എവിടെയാണ് കസ്റ്റഡിയിൽ നിർത്തുന്നത്? അവരുടെ ഒരു ക്യാമ്പ് എവിടെയായിരിക്കും പ്രവർത്തിക്കുക? നേരെ തിരുവല്ലയിലേക്ക് കൊണ്ടുപോവുകയാണോ, അതല്ല നേരെ പാലക്കാട്ടേക്ക് പോവുകയാണോ? അതുമല്ല, രാഹുലിനെ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന, ഇവിടെ കോടതിയിൽ മറ്റും ഹാജരാക്കുന്നതിന് മുമ്പ് SP ഓഫീസിന് ഓപ്പോസിറ്റുള്ള AR ക്യാമ്പിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നത്. അങ്ങോട്ടാണോ കൊണ്ടുപോവുക എന്ന കാര്യം അറിയണം. അതിനൊക്കെ അപ്പുറം KP ബറ്റാലിയലിന്റെ ഒരു ക്യാമ്പ് അടൂരിലുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇനി കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തിറക്കിയാൽ സാധാരണ നടപടിക്രമം എന്ന് പറയുന്നത് വീണ്ടും ഒരു വൈദ്യപരിശോധന നടത്തുക എന്നതാണ്. ജയിലിൽ നിന്ന് കോടതിയിലേക്ക് ഹാജരാക്കിയപ്പോൾ വൈദ്യപരിശോധന നടത്തി. ഇനി കോടതി പോലീസിന്, SITക്ക് രാഹുൽ മാങ്കൂട്ടത്തെ നിയമപ്രകാരം കൈമാറുകയാണ്. ആ സമയത്ത് ഒരു വൈദ്യപരിശോധന നടത്തണം. ആ വൈദ്യപരിശോധന തിരുവല്ല ജനറൽ ആശുപത്രിയിൽ തന്നെ നടത്തുമോ, അതല്ല രാഹുലിനെ എങ്ങോട്ടേക്കാണോ കൊണ്ടുപോകുന്നത് അതിന് സമീപമുള്ള താലൂക്ക് ആശുപത്രിയിലോ ജനറൽ ആശുപത്രിയിലോ നടത്തുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. തിരുവല്ല ജനറൽ ആശുപത്രിയിലാണെങ്കിൽ ഈ കോടതിയിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് 100 മീറ്റർ അടുത്ത് തന്നെയാണ് തിരുവല്ല ജനറൽ ആശുപത്രി. ഇവിടെ നിരവധി പ്രതിഷേധങ്ങൾ ഇപ്പോഴും നടത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇവിടെ നിന്നും മാറ്റി എവിടെയും പോലീസിന് ഏത് ആശുപത്രിയിലും ഏത് സർക്കാർ ആശുപത്രിയിലും കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്താൻ നിയമപ്രകാരം കഴിയും. അതുകൊണ്ട് തിരുവല്ലയിൽ തന്നെ നടത്തണമോ എന്ന കാര്യം വ്യക്തമല്ല. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇനി അറിയേണ്ട ഒരു കാര്യം പുറത്തിറങ്ങുമ്പോൾ പ്രതികരിക്കുമോ എന്നതാണ്. ചില മാധ്യമപ്രവർത്തകർ അല്പസമയം രാഹുലിനോട്
കോടതിയുടെ വരാന്തയിൽ വെച്ച് സംസാരിച്ചപ്പോൾ തനിക്ക് പറയാനുള്ളത് പുറത്തേക്കിറങ്ങുമ്പോൾ പറയാനുള്ള അവസരം കിട്ടിയാൽ സംസാരിക്കാം എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തോട് അവിടെ നിന്ന് സംസാരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുവരെ ഒരു വാക്ക് പോലും അദ്ദേഹത്തിന് പറയാൻ പലതരത്തിൽ അവസരങ്ങളുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തിറക്കുന്നതിന്റെ മുന്നോടിയായി കടുപ്പിക്കുകയാണ്. ഇവിടെ ബാനറുകൾ നിരവധി വരുന്നു. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെയുള്ള ആക്രമണം അതിപ്പോ ഏത് വമ്പനും കൊമ്പനായാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു ഡയലോഗ് SFI ഇവിടെ ഒരു ഫ്ലക്സായി വെച്ചിരിക്കുന്നു. ഒപ്പം ഇന്നലെ LDFന്റെ സമരത്തിൽ അതിജീവിതയുടെ ഡയലോഗ് പകർത്തിയ ഒരു കപ്പിൽ പിണറായി വിജയൻ ചായ കുടിച്ചിരുന്നു. ആ പടം കൂടി വെച്ചിട്ടാണ് പ്രതിഷേധം SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ SFIയുടെയും യുവമോർച്ചയുടെയും ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. കസ്റ്റഡിയിൽ കോടതി വിട്ടെങ്കിലും ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA കോടതിയുടെ പുറത്തേക്ക് കൊണ്ടുവരിക. സ്മൃതി, പുറത്തേക്ക് എത്തിക്കുമ്പോൾ വലിയ പ്രതിഷേധം അവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ പോകുന്നിടത്തെല്ലാം പ്രതിഷേധമാണ്. പോലീസ് തന്നെ കൊണ്ടു നടക്കുകയാണ് എന്നാണ്, പ്രദർശിപ്പിച്ച് നടക്കുകയാണ് എന്നാണ് നേരത്തെ രാഹുൽ കോടതിയിൽ പറഞ്ഞത്.